ഹർത്താലുകൾ കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നുണ്ടോ? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ഷെക്കന ന്യൂസ് തേടിയത്. തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കാണാം. ഈ ഹർത്താൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആർക്കാണ് ഇതുകൊണ്ട് പ്രയോജനം? രാഷ്ട്രീയക്കാർ നടത്തുന്ന ഈ ഹർത്താല് വളരെയേറെ ജനങ്ങളെയാണ് ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചെറുകിട കച്ചവടക്കാരായ ജനങ്ങൾ ഈ ഹർത്താൽ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഒന്ന്, അവർക്ക് ആവശ്യത്തിനുള്ള കച്ചവടം ലഭിക്കണില്ല. ഓൺലൈൻ ബിസിനസ്സുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ വാടകയുടെ 18% സർക്കാരിലേക്ക് അടയ്ക്കണം എന്നുള്ളൊരു നിയമം കൂടെ വന്നതുകൊണ്ട് ശരിക്കും പാവപ്പെട്ട ജനങ്ങൾ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും സ്വൈര്യമായിട്ട് സഞ്ചരിക്കാനും ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ വരേണ്ടത്. ജനങ്ങൾക്ക് ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിൽ പോലും ഹർത്താലുകൾ അനിവാര്യമാണെന്നതാണ് എൻ്റെ അഭിപ്രായം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവരുടെ പ്രതിഷേധം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് ഹർത്താലുകൾ തീർച്ചയായും പലപ്പോഴും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ്. ജനങ്ങളുടെ അവശ്യ ഘടകങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഇടപെടലുകൾ ഉണ്ടാകണമെങ്കിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ സാധിക്കൂ. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഹർത്താലുകൾ പൊതുജനങ്ങളെയും വ്യാപാരികളെയും സാധാരണ യാത്രക്കാരെയും അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമാക്കുകയാണ് ചെയ്യുന്നത്. ഇതറിയാതെ നിരത്തിലിറങ്ങുന്ന പൊതുജനങ്ങൾക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കണം. അതിനുള്ള പ്രതിഷേധ മാർഗങ്ങൾ മറ്റെന്തെങ്കിലും ഹർത്താൽ അല്ലാതെ മറ്റേതെങ്കിലും ഒരു സമരമാർഗം തേടുക തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ഗുണമില്ല. പാവങ്ങളെ ചൂഷണം ചെയ്യുക എന്നല്ലാതെ, അതായത് കൃഷിക്കാരെ തോട്ടം മേഖല പണിയെടുക്കുന്നവരെ ചൂഷണം ചെയ്യുക, നിത്യ ലോഡിങ്ങുകാർക്ക് പണി നഷ്ടപ്പെടുത്തുക, ഇങ്ങനെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ചൂഷണം ചെയ്യുക, ഇതല്ലാതെ വേറെന്താ നേട്ടം? രാഷ്ട്രീയ പാർട്ടിക്കാർ പ്രഖ്യാപിക്കുന്നു, അവർ ടൂർ പോകുന്നു. അന്ന് ഇവിടെ ഹർത്താലും കടകളും. വ്യാപാരിയെ സംബന്ധിച്ച് അവർ കട ഇറക്കി കഴിഞ്ഞാൽ വേറെ ആർക്കും വേറൊരു കടയിൽ നിന്ന് പോയി സാധനം മേടിക്കില്ല, അവൻ്റെ കച്ചവടം പോയി പിറ്റേ ദിവസം മേടിക്കും. ഈ ഒരവസ്ഥയല്ലാതെ എന്താ നേട്ടം ഇതുകൊണ്ടുള്ള? കർഷകനെ ചൂഷണം ചെയ്യാൻ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കർഷകനെയും കർഷക തൊഴിലാളിയും മറ്റുള്ള കൂലിപ്പണിക്കാരെയും ചൂഷണം ചെയ്യാനല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ഹർത്താൽ കൊണ്ട് ഒരു നേട്ടവും നമ്മൾ കാണുന്നില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഹർത്താലിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു സമരത്തിൻ്റെ ആശയത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിഷേധം പെട്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടി ഉള്ള ഒന്നായിരുന്നു. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത് പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പ്രയോഗിക്കേണ്ട ആയുധത്തെ ഏറ്റവും ആദ്യം പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രയോഗം കൊണ്ടുണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നിത്യവരുമാനക്കാർ, ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചു എന്ന ആൾ, അവർക്ക് ഇന്ന് ഓട്ടോ ഓടിയെങ്കിൽ മാത്രമേ അവർക്ക് വരുമാനം ഉണ്ടാവൂ. പീടികയിൽ പണിയെടുക്കുന്ന ദിവസവേതനത്തിന് വേണ്ടി പണിയെടുക്കുന്നയാൾ, ഇപ്പോൾ ദൈനംദിനമായ ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കുഴപ്പമില്ല, കാരണം അവർ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ അവർക്ക് ശമ്പളം കിട്ടും. അപ്പോൾ വലിയ കച്ചവടക്കാർക്ക്, കടക്കാർക്ക് ഇന്ന് കട അടച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ അവർക്ക് ആ സാധനം കച്ചവടം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾ, അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയ മാടക്കട നടത്തുന്നവർ, തട്ടുകട നടത്തുന്നവർ, വണ്ടി ഓടിക്കുന്നവർ, ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം ഇത് വല്ലാതെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഹർത്താലുകൾ ഒരിക്കലും മനുഷ്യന് ഗുണം ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ചെറുപ്പം മുതലേ കാണുന്ന ഒരു സാധനമാണ് ഹർത്താൽ. ഹർത്താൽ എന്ന് കേൾക്കുക, നമുക്കറിയാമോ ഇവിടെ ഒരിക്കലും ഒരു ഹർത്താല് ഒരു ആൾക്ക് നന്മ ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് ഹർത്താലുകൾ എന്ന് പറയുന്നത്. നമുക്കൊരു ദിവസത്തെ ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. കാരണം തൊഴിലില്ലായ്മ വലിയ രീതിയിലാണ്. ആ സമയത്ത് ഒരു ഹർത്താൽ കൂടി വരുമ്പോൾ അവരുടെ ദൈനംദിന ജീവിതത്തെ ഇങ്ങനെ താറുമാറാക്കുന്ന ഒരു പ്രവണത മാറ്റിക്കളയണമെന്നാണ് എനിക്ക് പറയുന്നത്. ചൈന പോലെയുള്ള സമരമുറകളാണ് ഇനി കൊണ്ടുവരേണ്ടത്. ചൈന പലപ്പോഴും സമരം ചെയ്യുമ്പോൾ അവരുടെ പ്രതിഷേധങ്ങൾ കാണിക്കുന്നത് ഒരു ചെരുപ്പുണ്ടാക്കി മറ്റൊരു ചെരുപ്പ് ഉണ്ടാക്കാത്തൊരവസ്ഥ. ആ കമ്പനികൾ പോലും പെട്ടെന്ന് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്ന ഒരു രീതിയിലാണ്. അതുപോലെ പ്രവൃത്തി സമയം കൂട്ടിക്കൊണ്ടായിരിക്കണം ഹർത്താൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനപ്രതിനിധികൾ ഇടപെട്ട് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നല്ലാതെ വേറൊന്നും അതിനുള്ള പ്രത്യേകിച്ച്
ഈ ഹർത്താൽ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ബന്ദ് മുതല തുടങ്ങിയ പ്രവർത്തികൾ ഇനി പാടില്ല എന്ന് കോടതി വളരെ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി, അവർക്കൊരു മേൽക്കൈ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഈ ഹർത്താലുകൾ ആചരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ വളരെ അത്യാവശ്യവും അതിശക്തവുമായി നടത്തേണ്ടതാണ്. എന്നാൽ നമ്മൾ നമ്മുടെ തന്നെ ജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ആയിരിക്കരുത് അത്. വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒരു ദിവസത്തെ പ്രവർത്തനം കൂടുതൽ ചെയ്തുകൊണ്ടാണ് ഹർത്താലുകളും പ്രതിഷേധങ്ങളും അറിയിക്കുന്നത്. ഇത് കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം നേട്ടങ്ങൾക്ക് കൊയ്യാൻ വേണ്ടി ജനത്തെ അവരുടെ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ മുരടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം.